അശാസ്ത്രീയ മത്സ്യബന്ധനം മൂലം മത്സ്യസമ്പത്ത് കുറഞ്ഞത് കോഴിക്കോട് ജില്ലയിലെ തീരദേശങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കാര്യമായി മത്സ്യം ലഭിക്കാത്തത് മൂലം പട്ടിണിയുടെ വക്കിലാണ് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ. ചെറുബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും ഓരോ സീസണിലും സാധാരണയായി ലഭിക്കാനുള്ള മത്സ്യം ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. രാത്രിയിൽ അടിത്തട്ടിൽ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്നതും വലിയ ബോട്ടുകാരുടെ ഡബിൾ നെറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവുമാണ് മത്സ്യസമ്പത്തിൽ കാര്യമായി കുറവ് വരാൻ കാരണമായതെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. മത്സ്യലഭ്യത കുറഞ്ഞതോടെ പല തൊഴിലാളികൾക്കും ചെലവ് കാശ് പോലും ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും കുറച്ചു വർഷങ്ങളായി ലഭിക്കാതായത് സ്ഥിതി സങ്കീർണമാക്കിയിരിക്കുകയാണ്. കഷ്ടിച്ച പണി ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 8 മാസമായി പണിയില്ലാത്ത അവസ്ഥ. അതും ഇല്ലാതായത് തന്നെ മത്തി. പിന്നെ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും മത്തിനാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഇല്ലാണ്ടായതും അത് കാരണമാണ് ഇത്രയും ഒരു വറുതി കാലാവസ്ഥയെല്ലാം ഉണ്ടാകാനുള്ള കാരണം. 80% കൂടുതൽ ഇല്ലാതായിട്ടുണ്ട്. അശാസ്ത്രീയ മത്സ്യബന്ധനം ഒഴിവാക്കുന്നതിനായി കോസ്റ്റൽ പോലീസും കോസ്റ്റൽ ഗാർഡും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്.